അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആണ്. ആഘോഷങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള യുദ്ധങ്ങൾ നമ്മുടെ പ്രവാസികൾ മുഴുവനും സങ്കടത്തിലാണ്. നമ്മളൊക്കെ മനസ്സുരുകി പ്രാർത്ഥന ഉൾപ്പെടുത്തണം. കാരണം ആ യുദ്ധം അവസാനിച്ചാൽ നമ്മുടെ നാട് രക്ഷപ്പെടും. കാരണം നമ്മളെ നാട്ടിലൊക്കെ ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നത് പ്രവാസ ലോകത്തുള്ള ഭരണാധികാരികളെ കാരുണ്യം കൊണ്ടാണ്. കാരണം നമ്മൾ എല്ലാവരും ഇവിടെ ഏതൊരു രോഗിൻ്റെ കാര്യത്തിലായാലും എല്ലാ മനുഷ്യരെയും നമുക്ക് സഹായിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ പ്രവാസ ലോകത്തെ ഭരണാധികാരികളെ കാരുണ്യം കൊണ്ട് തന്നെ നമുക്കവിടെ ജോലി ചെയ്യാനും അവിടുന്ന് നമുക്ക് സമ്പാദിക്കാനും അത് ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് പാവങ്ങൾക്ക് തണലൊരുക്കാനും നമ്മളെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ ഒരൊറ്റ കാരണമാണ്. നമ്മൾ ഇന്ന് തീരും നാളെ തീരും യുദ്ധം എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം നമുക്ക് ആർക്കും സന്തോഷിക്കാൻ ഒന്നുമില്ല. കാരണം നമ്മളെ നാട്ടിൽ ഇത്രയും നല്ല സന്തോഷത്തോടുള്ളൊരു ജീവിതം നമുക്ക് കിട്ടിയത് നമ്മളെ ഓരോ ആളുകളും പ്രവാസ ലോകത്തെത്തി അവിടുന്ന് അധ്വാനിച്ച് അതിന് കിട്ടുന്ന വരുമാനങ്ങൾ നാട്ടിൽ വന്ന് പല നിലക്കും നമുക്ക് വീടും സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടിയത് അത് കാരണത്താൽ. അപ്പോൾ എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ പെട്ടെന്ന്. നല്ല നല്ല ഭരണാധികാരികൾ ഓരോ നാട്ടിലും വന്നാൽ നാട്ടിലെ പാവപ്പെട്ടവരെ സ്നേഹിക്കാനും സഹായിക്കാനും ആ മനസ്സുള്ള ഭരണാധികാരികളാണ് ലോകത്ത് വരുന്ന നമ്മളൊക്കെ നാട് എത്രയോ സന്തോഷത്തോടാവും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ജാതി മതം പറഞ്ഞിട്ട് മനുഷ്യർ കുറച്ച് കുടുംബങ്ങൾ കുറച്ച് ആളുകൾ പരസ്പരം വൈരാഗികളായിട്ട് ജീവിക്കും. നമ്മൾ ഇന്നുണ്ടോയെന്ന് നമുക്ക് ഉറപ്പില്ല. നാളെ നമ്മൾ മണ്ണിൻ്റെ അടിയിലാന്നുള്ളത് പോലും നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ. ഒന്ന് അപകടത്തിൽപ്പെടുമ്പോൾ ആരാണ് നമ്മളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ മോന് ആക്സിഡൻറ്റ് പറ്റി കോട്ടക്കന്ന് ബൈക്ക് അപകടം പറ്റിയേക്ക് ഇന്ന് വരെ ഞാൻ കണ്ടിട്ട് പോലില്ല ആ ആളുകൾ ആരാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നുള്ളത്. അതിൽ ആ ആളെ ജാതി എന്താണെന്നോ ആ ആളെന്താ എവിടുത്തേരനാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ആ മനുഷ്യർ ആരായാലും എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഒരു 5 മിനിറ്റ് വഴിക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പൾസൊക്കെ പറ്റ പോയിരുന്നു പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ വീണ് കിടക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഉണ്ടാവില്ല. അതുകൊണ്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് സ്നേഹിച്ച് നമ്മളിത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, അയാളെ ഒരു ഉപകാരിയായിരുന്നു, അയാൾ എല്ലാവരോടും സ്നേഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു പ്രാർത്ഥനയായിട്ട് ആ സന്തോഷ യാത്രയാണ് നമുക്ക് കിട്ടേണ്ടത്. മറ്റേ നമ്മളെല്ലാവരും വെറുപ്പിച്ച് വേദനിപ്പിച്ച് എൻ്റെ മതം നല്ല എൻ്റെ മതം നമ്മളെ ഹൃദയം നന്നെങ്കിൽ നമ്മളെ കൂടെ പടച്ചമ്പുരാണ്ടെന്ന് ഉറപ്പാണ്. പടച്ചമ്പുരാന് ജാതിയൊന്നുമില്ല. പടച്ചമ്പുരാൻ മനുഷ്യരെയാണ് ഇറക്കിയിട്ടുള്ളൂ. പക്ഷെ ആ മനുഷ്യർ പല മതങ്ങളായി പല രാഷ്ട്രീയ പാർട്ടി മാതിരി മതങ്ങളിൽ തന്നെ പല തരത്തിലാക്കി മാറ്റി. ഏത് മതത്തിലും പറയുന്നെന്താ, മറ്റുള്ളവനെ സഹായിച്ചാൽ സ്നേഹിച്ചാൽ എനിക്ക് കാവലുണ്ട്, ദൈവത്തിൻ്റെ കാവലുണ്ട്. അത് സത്യമാണ്. എൻ്റെ മോൻ്റെ അനുഭവം തന്നെ. നമ്മുടെ കോഴിക്കോട് മിംസിൽ നിന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞത് നമ്മളോട് 6 മാസം കഴിയാതെ ഒരു കണ്ടീഷനും കുട്ടീൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ വല്ലാത്തൊരവസ്ഥയിലും പിന്നെ നാട്ടിലുള്ള എല്ലാ വിഭാഗം മനുഷ്യരും എൻ്റെ പൊന്നുമോൻ എൻ്റെ അന്താനും വേണ്ടിയിട്ട് ദുആ ചെയ്തു പ്രാർത്ഥിച്ചു. ക്ഷേത്രങ്ങളിലും ചർച്ചിലും പള്ളികളിലും ഒക്കെ പ്രാർത്ഥന കൂട്ടപ്രാർത്ഥനകളും എല്ലാ വിഭാഗം ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടും ചർച്ചിലൊക്കെ ആ തിരുമേനിയൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മളെ ഒരു വിഷമം വന്നപ്പോൾ നമ്മളെ കൂടെ പ്രാർത്ഥനയായിട്ടും സഹായിട്ടും സപ്പോർട്ടായിട്ടും അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ചേട്ടനൊക്കെ എന്താ മോനോ പൈസ വേണ്ട, ഇതിപ്പോൾ ഒരു എമർജൻസി ഘട്ടത്തിലാണ്, എന്താ മോനെ സൗകര്യം കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകേണ്ടത് എവിടേക്കാണ് വേണ്ടത് ഒക്കെ നമ്മൾ ചെയ്യും. അതിന് ഒരു ടെൻഷനും വേണ്ട. നീ അക്കൗണ്ട് നമ്പർ കൊണ്ടുപോയി എൻ്റെ കുട്ടി കുറച്ച് കാശ് കട്ടരുത്, അതൊന്നും വിചാരിക്കേണ്ട. അപ്പോഴത്തേക്ക് ഈ സാഹചര്യത്തിലെല്ലാറിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ചേട്ടനൊക്കെ ആ മനസ്സ് നോക്കാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതന്നെ ഞങ്ങളെ കുറ്റിപ്പുറം ലത്തീഫ്ക്കാരൻ ആൾ പിന്നെ മേലാറ്റുള്ള പഞ്ചായത്ത് സെക്രട്ടറിനെ ചീത്ത അറിഞ്ഞു, അയാളെ എന്തോ വാക്കേറ്റുണ്ടായി പറഞ്ഞിട്ട് കേസായിട്ട് ലത്തീഫ് ഖാനെ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ കോടതിയിൽ പോയതാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ലത്തീഫ് നമ്മൾ സുഹൃത്തായതുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ
ഇസ്മായിൽ വക്കീലും ഫിറോസ് വക്കീലും ഒക്കെ നമ്മോട് പറഞ്ഞ വാക്കുണ്ട്. അത് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടനാണ് ഏറ്റെടുത്തുള്ളത്. മനസ്സേബെ മിക്കവാറും 99% ജാമ്യം കിട്ടും. കാരണം പഞ്ചായത്ത് സെക്രട്ടറിനൊക്കെ ഇത് ചെയ്താലും ജാമ്യം കിട്ടില്ല അത്ര. പക്ഷെ പ്രകാശ് ഏട്ടനായതുകൊണ്ട് പ്രത്യേക പരിഗണന ഉണ്ടെന്നാണ് പറഞ്ഞത് ഓല് വക്കീലന്മാർ തന്നെ. അപ്പോൾ അവിടുന്ന് ഏതായാലും അഡ്വക്കേറ്റ് പ്രകാശ് ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണണം അവിടുന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനജ് പോലെ ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് അന്നേറ്റ് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, എന്നിട്ട് പോകാൻ പാടുള്ളൂട്ടോ പ്ലീസ്, ഞാൻ ഇപ്പോൾ വരാറുണ്ട്. ജാമ്യം കിട്ടുകയും ചെയ്ത്. പിന്നെ വന്നിട്ട് പ്രകാശ് ഏട്ടൻ പറഞ്ഞ വാക്കുണ്ട്, നമുക്ക് കുറച്ച് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കണം. നീയൊക്കെ കുറേ ആൾക്കാർ കൊടുത്തില്ലേ, ഞങ്ങളൊക്കെ ആ മേഖലയ്ക്ക് ഇറങ്ങണമെന്നുണ്ട്. ആ മേഖല അർഹതപ്പെട്ടവർക്ക് എത്തണം ഞങ്ങൾ ആ വീടിന് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ പ്രകാശ് ഏട്ടാ തീർച്ചയായും നമുക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. പാണ്ടിക്കാട് വലിയാത്രപ്പടിക്കുള്ള വീട്ടിൽ പോയി. അവിടുത്തെ അഷ്റഫ്കാരനെ നമ്മൾ കൂടപ്പുറപ്പുണ്ട് പാണ്ടിക്കാടുള്ള, അദ്ദേഹം പോന്ന് നമ്മളെ പ്രകാശേട്ടൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ച് പ്രകാശേട്ടൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുണ്ട്, ഒരു ഇത്താത്ത ഇവിടെ ഉണ്ട് കേട്ടോ, ആ ഇത്താത്താക്ക് ഒന്ന് കൊടുക്കണം, ബാക്കി നിങ്ങൾ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, ആ ഇത്താത്താനെ മറക്കരുത്, പാവമാണ്, എപ്പോഴും ഇവിടെ വന്നിട്ട് കണ്ണീര് പറച്ചിലാണ്. അപ്പോൾ അതിന് വീടുക്കാനുള്ള ഒരു സ്ഥലം അതിന് കൊടുക്കണമെന്നാണ്. അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ BJPൻ്റെ കാര്യപ്പെട്ട നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ നന്മ ചെയ്യുന്നിടത്ത് ജാതിയും മാത്രം രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഇപ്പം മണ്ണാർക്കാട് വീട് പിന്നെ 4 കുട്ടികൾ മരണപ്പെട്ടു. ഒരു കുട്ടീൻ്റെ വീട് പണി നമ്മൾ പൂർത്തീകരിച്ചു. രണ്ടാമത്തെ കുട്ടീൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് സഹായിച്ചുള്ള നമ്മളെ ബഹുമാനപ്പെട്ട കുറ്റൂര് അബ്ദുറഹ്മാനാജി പറഞ്ഞ ബനിയാസ് അജിക്കൻ്റെ മോന് വേണ്ടിയിട്ട് എല്ലാ മർക്കസിലും ബഹുമാനപ്പെട്ട നമ്മളെ ഖലീൽ തങ്ങളോടും ഒക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യിപ്പിക്കലും, അതേമാതിരി പല തരത്തിലും സഹായങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ആളാണ് നമ്മളെ കുറ്റൂര് അബ്ദുറഹ്മാനാജി പറഞ്ഞ ബനിയാസ് സ്പീക്കിൻ്റെ ഉടമസ്ഥന്. ഇപ്പം നമ്മളെ വയനാട്ടിൽ ആദ്യം ദുരന്തമുള്ള സമയത്ത് തന്നെ ആദ്യം നമുക്ക് 1 ഏക്കർ 60 സെൻറ്റ് അദ്ദേഹം എടുത്തുന്നത്. ആ മനുഷ്യസിനെ തന്ന കാശും പിന്നെ നമ്മളെ ഓടമല അദ്വൈജി പറഞ്ഞ ആള് പിന്നെ എൻ്റെ ഏട്ടനും അവർ 3 ആളും കൂടിയാണ് ഇപ്പോൾ പുതിയ വീടുണ്ട്. പിന്നെ കുറച്ചാൾ അങ്ങനെ അവിടെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടൻ വന്ന് മാനുദിക്ക് എൻ്റെ വക കുറച്ച് ഇത്ര സിമെൻറ്റ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്ക് വിളിച്ചു. നാനാജാതി മതസ്ഥരും അവിടെ ഉണ്ട്. എല്ലാവർക്കും അന്നം, വിശപ്പാണുള്ള ഏറ്റവും വലിയ വിശന്ന് കിടക്കുന്ന ആൾക്ക് ജാതി മതമൊന്നും ഉണ്ടാവില്ല. കാരണം ആ വിശപ്പ് മാറിക്കിട്ടലാണ്. ഒരു രോഗം കൊണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നവന് രോഗം മാറിക്കിട്ടണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പുണ്യപ്രവർത്തി ചെയ്യുന്ന മനുഷ്യരൊക്കെ നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മളൊരു സഹായം ആണ്ട് കൊടുത്ത ആൾക്കാരല്ല. എവിടെ കിടക്കുന്ന അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടനൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അതേമാതിരി കോട്ടയത്തുള്ള തിരുമേനി വെല്ലൂർ ഹോസ്പിറ്റലിലേക്കുള്ള എല്ലാ സൗകര്യവും തിരുമേനി ചെയ്തു തരുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ജെനിയും അവിടുത്തെ സിസ്റ്റർമാരൊക്കെ സപ്പോർട്ട്, കോഴിക്കോട് മിംസിലുള്ള മെയിൻ ഡോക്ടർമാർ മുഴുവനും, അതേമാതിരി അവിടുത്തെ നമ്മൾ ആസാദ് ഖാൻ്റെ ഏട്ടൻ പിന്നെ അഹമ്മദ് മൂപ്പൻ സാറ്, പിന്നെ അതിന് മാനേജർ ലുക്മാൻ സാറ്, നമ്മൾ കോട്ടയ്ക്കൽ മിംസിലെ പിന്നെ റിയാസ്, അങ്ങനെ കോഴിക്കോട് മിംസിലെ സിസ്റ്റർമാരൊക്കെ ഒരു മോനെ നോക്കും പോലെയാണ് എൻ്റെ കുട്ടീനെ നോക്കിയത്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ എവിടേക്കോ ഉള്ള മനുഷ്യർ, പഴനിക്ക് നടന്നു പോവുക ഒരു ചേച്ചി, അവിടുന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ മോനെ അസ്വസ്ഥാവും മനുക്കാന്നറിയാം. ഓരോ വിശ്വാസമാണ് ത്യാഗം. ഇപ്പോൾ അൽഹംദുലില്ലാ 100 വട്ടം സന്തോഷത്തിലാണ്. കാരണം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഇന്നിപ്പോൾ പെരുന്നാളായിട്ട് നാട്ടിൽ വന്ന. അപ്പോൾ നമ്മളെ മോൻ്റെ ഒരു അപകടം പറ്റിയപ്പോൾ അതിന് ആയിരക്കണക്കിന് മനുഷ്യർ, എല്ലാ വിഭാഗം ആൾക്കാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കാണ്ടായി. തന്നെ ആ പ്രാർത്ഥന പടച്ചമ്പരം കേട്ടിപ്പോൾ നടക്കണത്, തിന്നണ്, കുടിച്ചണ് എല്ലാം ആയി. ഇനി കുറച്ച് ദിവസം പാടെ അവൻ്റെ വലത്തെ കയ്യിന് ചെറിയൊരു വിലങ്കമ്പിയും പാടെ ഉണ്ട്. അതും പാടെ ആയാലും ഓക്കെ ആയി അൽഹംദുലില്ലാ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു പോകണമെങ്കിൽ പോകാൻ നാട്ടിൽ നിന്ന് ചെറിയ ഇത് ചെയ്യാനുള്ളൂ, അല്ല ഒരു 5-6 ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ ബെറ്ററായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ കഴിഞ്ഞിട്ട് പോകാറ്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും നമ്മൾ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുണ്ടാവും. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടത്, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രവാസികളെ ആണ് നമ്മുടെ നാടിൻ്റെ എല്ലാ വിഭാഗത്തിലും ആൾക്കാരും സന്തോഷം കിട്ടും. കാരണം ഒരു രോഗം വന്ന് കിടപ്പിലായ ആൾ അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിനൊക്കെ സഹായം അയച്ച ഒരാൾ ആരാ? നമ്മളെ പ്രവാസികൾ. അപ്പം നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. ആ യുദ്ധമൊക്കെ അവസാനിക്കട്ടെ. നമ്മൾ പരസ്പരം
അവരാണ് ശരി, ഇവിടെയാണ് ശരി എന്നറിയും. എല്ലാത്തിലും ഉണ്ട് നല്ല മനുഷ്യർ. ഇപ്പോൾ ഇസ്രായേലിലും ഉണ്ട്, ഇറാനിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, പിന്നെ ദുനിയാവിൽ മുഴുവനും നല്ലതും ആകാത്തതുണ്ട്. അതെല്ലാ വിഭാഗത്തിലുണ്ട്. അതൊക്കെ അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ചെറിയ പെരുന്നാൾ ആഘോഷമൊന്നുമില്ലാത്ത ഒരു പെരുന്നാളായി കഴിഞ്ഞു. ഒന്നാമത് ഏറ്റവും വലിയ സന്തോഷമില്ലാത്ത നമ്മൾ പ്രവാസികളാകെ ടെൻഷനിലും വിഷമത്തിലുമാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു സാഹചര്യം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം നമ്മളിപ്പോൾ ഒന്നും അറിയില്ല, ക്ഷീണം വരാൻ പോകണുള്ളൂ. കാരണം അവിടെ കുറച്ചും പാടെ അപകടത്തിൽ ഇങ്ങനെ നീണ്ടു പോയാൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ജോലി ഇല്ലാതായിക്കണം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്, പരിക്കുള്ള സാമ്പത്തിക അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പേരിനുള്ള കാശുകൊണ്ട് വലിയൊരു വീടൊക്കെ വെച്ചു. ഇപ്പോൾ ആരോട് ചോദിക്കാനും വയ്യ, ആരും കണ്ടറിഞ്ഞ് കൊടുക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള കുറേ മനുഷ്യരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടപ്പറപ്പുണ്ട്, സൗഹൃദ കൂട്ടായ്മൻ്റെ സുൽഫി കൽപ്പഞ്ചേരി. സുൽഫി വിളിച്ചുകൊണ്ട് പറഞ്ഞത്, മോൻ സാഹിബേ നമുക്ക് പെരുന്നാളും ഇതൊന്നുമില്ല, ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ എപ്പോഴും ബേജാറിലും പേടിയിലുമാണ്. പക്ഷേ നമ്മളെ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. പ്രവാസികളെ വീട്ടിൽ മാനുസാഹിബ് അന്വേഷിക്കണം. അതായത് പൈസ അയച്ചു കൊടുക്കാൻ പറ്റാതെ ഒരുപാട് പ്രവാസികളുണ്ട്, ജോലി ഒഴിവായിട്ട്, അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കമ്പനികളൊക്കെ പൂട്ടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള വീടുകൾ അന്വേഷിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് പറഞ്ഞിട്ട് സുൽഫി കൽപ്പഞ്ചേരി എനിക്കൊണ്ട് വോയിസ് ഇട്ടിട്ട് ഒരാഴ്ച മുമ്പ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം പോലെ സുൽഫിയൊക്കെ അവിടെ നിന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ടാണത്. നമ്മൾ പറയും ഒന്നുമില്ല എന്ന്. പക്ഷേ ഇപ്പം എൻ്റെ അളിയനൊക്കെ ജോലി ചെയ്യുന്ന പോലൊക്കെ നാട്ടിൽ കമ്പനി തിരിച്ചയച്ചിരുന്നു. ഞങ്ങളൊരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു മുസഫിൽ നിന്ന് ജോലി ചെയ്യുന്നത്, അറിയിപ്പ് ഉണ്ടാകുമ്പോൾ തിരിച്ചു വന്നാൽ മതി, അതുവരെ നിങ്ങൾ നാട്ടിൽ പോയി നിൽക്കുക പറഞ്ഞിട്ട് അവരൊക്കെ ഇപ്പോൾ തിരിച്ചയച്ച് അവരൊക്കെ ഇപ്പോൾ നാട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമത്തിലാണ് നമ്മൾ. ഓരോ പ്രവാസികളും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരെ വഴി എല്ലാ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വേദനയോടെയാണ് ഒരു മുന്നോട്ട് പോകുന്നത്. ഉള്ള കാലം ജീവിച്ചത് മുഴുവൻ നാടിനും കുടുംബത്തിനും വേണ്ടിയിട്ട്, നമ്മളെ സമൂഹത്തിനും വേണ്ടിയിട്ട് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആരോഗ്യ ആയുസ്സും സമ്പത്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തമൊന്നും അല്ല കൊടുക്കാതിരിക്കട്ടെ. ആരോഗ്യ ആയുസ്സും സമ്പത്തൊക്കെ കൊടുക്കട്ടെ. പക്ഷെ ദുരന്തം പടച്ചാന് അവിടുന്ന് ഒഴിവായി സന്തോഷമോ ജീവിതം കൊടുക്കട്ടെ. നമ്മൾ പ്രവാസ ലോകമാണ് നമ്മളെല്ലാവരും ജീവിതം സന്തോഷത്തിലാക്കിയുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എൻ്റെയും പ്രാർത്ഥനയിലുണ്ടാവും, എന്നും മറക്കൂല. ഒരുപാട് ആളുകൾ പല സഹായമായിട്ടും പല സപ്പോർട്ടായിട്ടും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതിന് വയനാട് ആ വീടുകൾ വേഗം താക്കോൽ കൊടുക്കണം. അതിൻ്റെ ഉള്ള അളവൊക്കെ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ടാങ്കിൻ്റെ കെട്ടലുണ്ട്, അതിന് കരാർ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞാൽ ആൾക്കാർക്കുള്ള ഇത് കൊടുക്കണം. അതിലൊക്കെ കിണറും എല്ലാ സാധനവും കിട്ടിയിരുന്നു. മൊത്തം ഇനി ഒന്നും കിട്ടാൻ ബാക്കിയില്ല. ഒക്കെ ആൾക്കാർ തൃപ്തിപ്പെട്ട് എല്ലാ സാധനവും തന്നിട്ടുണ്ട്. അതൊക്കെ പാടെ ആ പാവപ്പെട്ട മനുഷ്യരേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണോ വയനാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാൻ. ഇൻഷാ അല്ലാഹ് വലിയ ബാക്കിയുള്ള വീട് പണി ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഏതായാലും ഓരോ ഘട്ടമായിട്ട് അധികം വെക്കാതെ ചെറിയൊരു ചടങ്ങായിക്കാണ്ട്, വലിയ പരിപാടിയൊന്നും വെക്കാതെ ചെറിയ ചടങ്ങായിട്ട് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അതേമാതിരി ഞങ്ങളെ മക്കത്തൊക്കെ പോയിട്ട് എത്രയോ ആൾക്കാർ ഞങ്ങളെ അൻസാർക്ക് ആനപ്പാറ ഞങ്ങളെ കുണ്ടോട്ടിയുള്ള എൻ്റെ കൂടപ്പറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയൊക്കെ സൗദിയിൽ നിന്ന് അബഹയിൽ നിന്ന് കമിസ് മുസൈത്തിൽ നിന്നൊക്കെ നേരെ മക്കത്ത് പോയി പ്രാർത്ഥിക്കണ്. അതേമാതിരി അവിടുത്തെ ഡോക്ടർ ബിനു ഡോക്ടർ, അബ്ദുറഹ്മാൻ ഡോക്ടർ, അങ്ങനെ ഞാൻ പേര് പറയില്ല, അത്രയും മനുഷ്യർ എൻ്റെ കുട്ടി അവരെ വിഷമം വന്നപ്പോൾ ഒപ്പം നിന്ന ആൾക്കാർ മറക്കാൻ പറ്റില്ല. ഞങ്ങളെ കെ സി കുഞ്ഞുട്ടിയാക്ക, ഞങ്ങൾ അമീദ് പാറമ്മൽ, കോയൽക്കണ്ണൂർ കുഞ്ഞുട്ടിയാക്ക, കെ കെ അദ്ദുപ്പാക്ക, മുജീബ് ഭയങ്കര, ഫൈസൽ ഭയങ്കര, സബാക്ക ഭയങ്കര, ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഒരാൾ പറയാനില്ല. ഇത്രയും ആൾക്കാർ എൻ്റെ കുട്ടീൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ട്, അതാണ് നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ചെറിയ സഹായം ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആയിരങ്ങളുണ്ടാവുമെന്ന് പടച്ചോൻ നേരിട്ട് കാണിച്ചു തന്നു. അത് സ്വന്തമല്ല, വെല്ലൂർ പോയി നമ്മൾ എത്തിപ്പെട്ട ഏറ്റവും ഭാഗ്യമായി. കാരണം അവിടെ അത്രക്കും പാവങ്ങളാണ്. കാരണം പാവപ്പെട്ട രോഗികളിൽ ചെറിയ പൈസ ഇല്ലാത്ത ചെറിയ റൂമിൽ താമസിക്കലും ദിവസം ഫിസിയോതെറാപ്പിക്ക് വന്നുകൊണ്ട് മടങ്ങിപ്പോകുന്ന മൂത്രസഞ്ചിയൊക്കെ കൈക്ക പിടിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടെ പോകുന്ന ഒരുപാട് പാവങ്ങളെ കാണാൻ കഴിഞ്ഞു. അവരൊക്കെ നമുക്ക് കുറേ സഹായിക്കാൻ കഴിഞ്ഞു. എൻ്റെ മോനെ കൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ കുറേ സഹായിക്കാൻ കഴിഞ്ഞു, റംദാനെ കൊണ്ട്. അപ്പോൾ മോനെ അവിടെ എത്തിച്ചുകൊണ്ടല്ലേ ആ പാവപ്പെട്ട രോഗികൾക്ക് സഹായം എത്തിക്കാനും പിന്നെ സ്വന്തമല്ല അവിടെ വീൽ ചെയർ കൊടുക്കാനും ഇതിനൊക്കെ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ ദുരന്തം തന്ന്, ചെറുതല്ല വലിയ അപകടം തന്നെ തന്നിന്ന്, പക്ഷെ അതൊക്കെ അള്ളാഹ് ഷിഫാക്കി തന്ന്
അല്ല നമുക്ക് ഓരോ സ്ഥലത്ത് എത്തിച്ചപ്പോൾ അവിടെ എന്തൊക്കെ അവിടുത്തെ പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താ? നമ്മളെ നാട്ടിലൊന്നും ഒന്നല്ല രോഗികളെ അത്രയും കയ്യും കാലും കുഴഞ്ഞിട്ടും കൗത്തൊക്കെ ഇങ്ങനെ താന്നിട്ടും പല കോലത്തിലുള്ള പിന്നെ 1.5 1 കൊല്ലമൊക്കെ ആയിട്ടുള്ള രോഗികൾ ഒക്കെ ചെറുപ്രായക്കാർ 17 വയസ്സ് 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിട്ടുള്ള 25 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ, അതുമാതിരി 6ഉം 8ഉം 10ഉം അങ്ങനെ പല കുട്ടികൾ. വല്ലാത്തൊരു അവസ്ഥ നമ്മൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ എത്താനും അവിടെയൊക്കെ നമുക്ക് കുറേയൊക്കെ സഹായങ്ങൾ ചെയ്യാനും ഒക്കെ സാധിച്ചു. ഇതൊക്കെ പടച്ചവൻ്റെ പണിയാണ്. ഇപ്പോൾ ഏതായാലും എൻ്റെ മോനും ആശ്വാസമായി. ഇനി ഇൻഷാ അല്ലാ പടച്ചവൻ അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആർക്കും തരാതിരിക്കട്ടെ. മരണം എന്തായാലും ഒരു ദിവസം നമുക്കുണ്ട്. അത് നല്ല യാത്ര തരട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയും നമുക്ക് കൊണ്ടുപോകാനുള്ള, അതായത് നമ്മൾ മരിച്ചാൽ നമ്മൾ ചെല്ലുണ്ട്. പിന്നെ നാളൊരു പാട്ട് കേട്ട് ഒന്നൊരു പുഞ്ചിരിച്ചുകാണ്ട് പോണേന്ന് എനിക്കും പറയാനുള്ളതാണ്. നമ്മൾ മരിച്ചെടുക്കുമ്പോൾ നമ്മളെ നെറ്റിമ ഒരു മുത്തം തന്നുകൊണ്ട് ഗുഡ് ബൈ, നല്ലത് വരുത്തട്ടെ പടച്ചവനെ, അല്ലെങ്കിൽ ഏത് മതവിശ്വാസമായാലും ദൈവത്തിൻ്റെ കാവലുണ്ടാവട്ടെ, പരലോകത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്കൊക്കെ കിട്ടണം. നമ്മൾ ആർക്കായാലും സങ്കടപ്പെടേണ്ടില്ല. മരണം നമുക്ക് എന്തായാലും നമ്മൾ മരിച്ചേ പറ്റൂ. ഇവിടെ നമ്മൾ വഴിമാറി കൊടുക്കണം. വഴിമാറി കൊടുത്താലല്ലേ തലമുറക്ക് ഇങ്ങനെ ജീവിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പം അത് പ്രശ്നമല്ല. പക്ഷെ നമ്മളാ ജീവിച്ചു എന്നുള്ളതിന് ഒരു അർത്ഥം വെച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് നമുക്ക് പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ നമ്മളെ കയ്യിൽ സമ്പത്തുകൊണ്ട് സ്വന്തമല്ല, നമുക്കൊന്ന് ചിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ. ചിലവർ പറയും എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊടുക്കാതെ നിന്ന്, അതൊന്നും പ്രശ്നമല്ല. നമ്മളെ മുഖത്തു നിന്നുള്ള ഒരു പുഞ്ചിരി ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആരെ കണ്ടാലും നമ്മളൊന്ന് ചിരിച്ചു കൊടുത്താൽ നഷ്ടമില്ലാത്തൊരു കച്ചവടം, ലാഭമാണത്. നമ്മൾ മരണപ്പെടുമ്പോൾ എല്ലാവരും പറയും അയാൾ ഭയങ്കര ഒരു വല്ലാത്ത മനസ്സായിരുന്നു, കാരണം എപ്പോൾ കണ്ടാലും ഒന്ന് ചിരിക്കാതെ അയാൾ പോകില്ല, അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അതാണ് സത്യത്തിൽ ഭാഗ്യമുള്ള മനുഷ്യർ ചെയ്യൽ. നമ്മൾ പറയും കയ്യിൽ കാശുണ്ടെങ്കിൽ കൊടുക്കാതെ കൊടുക്കുക, അതല്ല. കാശുകൊണ്ട് സ്വന്തമല്ല, രക്തം കൊടുക്കുക. നമുക്ക് പല ഹോസ്പിറ്റലിലും പോയി കണ്ട് രോഗികളെ സന്ദർശിച്ച് രോഗികളെ ഇതൊക്കെ അതുമാതിരി പാവപ്പെട്ട അല്ലെങ്കിൽ എല്ലാവിധ രോഗികളും വീട്ടിലൊക്കെ കിടന്ന് ക്യാൻസറും ഇതൊക്കെ പിടിച്ചിതാവുമ്പോൾ നമുക്ക് അവരെ പോയിട്ടൊന്ന് സന്ദർശിച്ച് ആശ്വാസ വാക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവിൻ്റെ കൂടെ കൂടിയിട്ട് അത്തരത്തിലുള്ള മുറിയായിട്ടും പല നിലക്കും ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് അവരെ പാലിയേറ്റീവിൻ്റെ കൂടെ പോയി ആ രോഗികൾക്ക് ശുശ്രൂഷിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്ന ആയിരങ്ങളുണ്ട് കേട്ടോ, ലക്ഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പാലിയേറ്റീവിലൊക്കെ ഒരു പ്രതിഫലം വാങ്ങാതെയാണല്ലോ എത്രയോ രോഗികൾക്ക് സാന്ത്വനം നൽകുന്നത്. ഇൻഷാ അല്ലാ ഏതായാലും ചെറിയ പെരുന്നാൾ ആഘോഷമില്ലാത്തൊരു പെരുന്നാളാണ്. നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കണം. ഒരു വിഷമവും നിങ്ങൾക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് പടച്ചമ്പരാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ. എൻ്റെ മനസ്സ് പറഞ്ഞത് 3-4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കുന്നതാണ്. ഇനി ഈ യുദ്ധം മുന്നോട്ട് പോവില്ല. എന്തായാലും പടച്ചമ്പരാൻ്റെ മുന്നിലേക്ക് ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന പടച്ചമ്പരാൻ കേൾക്കാതിരിക്കില്ല. യുദ്ധം 3-4 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപനം നമ്മൾ കേൾക്കട്ടെ. അതിനുശേഷം സമാധാന സന്തോഷം നമ്മൾ ലോകത്തിനെ തരട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. മതങ്ങളൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനാണ് പറയുന്നത്. ആ വഴിയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഇൻഷാ അല്ലാ. താങ്ക്സ് എല്ലാവരും.